നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ഒക്ടോബർ 1 ഒരു മാസം തുടങ്ങുകയാണ്. തുടങ്ങുന്ന ദിവസം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് ലോക വൃദ്ധ ദിനമാണ് എന്നുള്ളതാണ്. അതെ, ലോക വയോജന ദിനം. അതെ, ദ ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ സീനിയർ സിറ്റിസൺസ്. ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺസ്. അതെ, അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു ദിനമോ എന്നുള്ളത് നമ്മൾ 2 തവണ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആർക്കും നമ്മുടെ പ്രായമായ അച്ഛനെയോ അമ്മയോ നോക്കാൻ സമയമില്ല, സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇനി ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അത്തരമൊരു കാര്യം വേണ്ട എന്ന് വിസ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൃദ്ധസദനങ്ങളെ കുറിച്ച് അത്ര നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം പലപ്പോഴും സ്വന്തം വീട്ടിൽ ഇൽട്രീറ്റ് ചെയ്യപ്പെടുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് നല്ല സൗകര്യങ്ങളിൽ അവർക്ക് കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. വൃദ്ധസദനങ്ങളെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവായി പറയുന്നില്ലെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ അനു പറഞ്ഞതുപോലെ ഇൽട്രീറ്റ് ചെയ്യപ്പെടുക, അതായത് സ്വന്തം മക്കൾ വളർത്തി വലുതാക്കിയ മക്കളിൽ നിന്നോ മരുമക്കളിൽ നിന്നോ മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് വൃദ്ധ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തികച്ചും വേദനാജനകമായ വസ്തുത തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇത്രയും പറയുമ്പോൾ തന്നെ ശരിക്കും ഓൾഡർ പേഴ്സൺസ് അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ പ്രത്യേകിച്ചും എല്ലാ രാഷ്ട്രങ്ങളിലും, അതെ പ്രത്യേകിച്ചും ഇന്ത്യയിലും ഒരല്പം കൂടുതലാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആദ്യ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഞാൻ റിനിഷ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുലാവാണ്, തക്കാളി പുലാവ്. നമുക്കറിയാം, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ്. ആ പരാതി മാറ്റാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു കുക്കറിൽ തയ്യാറാക്കുന്ന പുലാവ് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോഴൊരു അതിഥി വീട്ടിലൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കുന്നൊരു വിഭവമാണ് ഈ പുലാവ്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ 2 ഗ്ലാസ്, ഈ അളവ് ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കഴുകി അത് വെള്ളം ഊറ്റി വെച്ചതാണിത്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, നെയ്യ്, നാരങ്ങ നീരാണ് വേണ്ടത്, കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് ഒന്ന് പേസ്റ്റാക്കി എടുത്തത്, തക്കാളി 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഉള്ളി 2 വലിയ സവാള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, കറിവേപ്പില, ആവശ്യത്തിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണുള്ളത്, വെള്ളം. അതും ഈ അളവ് ഗ്ലാസ്സിൽ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. പുലാവ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കുക്കർ ഇത്തിരി ചൂടായാൽ നെയ്യ് എടുക്കാം. നെയ്യ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ചില ആൾക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല, ചില ആൾക്ക് നെയ്യ് നന്നായിട്ട് വേണം. അപ്പോൾ എന്താണ്, അത് നിങ്ങളുടെ ചോയ്സിനാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ എന്തായാലും ഏകദേശം 3 സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ടലാണ് അമ്മമാർക്ക് സൗകര്യമെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ പുലാവ്. അപ്പോൾ നെയ്യ് ഇത്തിരി ചൂടാവുന്ന സമയത്ത് 2 വലിയ സവോള മുറിച്ച് വെച്ചതാണ്. അതിലേക്ക് സവാള ഇട്ടു. ഇത്തിരി നന്നായി വഴച്ചുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർക്കാം. നന്നായി വഴഞ്ഞു വരും സവാള. ഏകദേശം ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി വഴരട്ടെ. ഉപ്പ് ചേർത്താൽ ഇത്തിരി മൊരിയ കൂടി ചെയ്യും. അധികം അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട, എന്നാലും അതിൻ്റേതായ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ചിലപ്പോൾ കുട്ടികൾ ഈ ഉള്ളി തക്കാളിയൊക്കെ എടുത്ത് കളയുന്ന ആ ഒരു കുട്ടികളാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചു വെക്കുക, ഈ ഉള്ളിയും തക്കാളിയൊക്കെ. അപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. അതൊക്കെ ഒന്ന് ചെയ്യുക. ഏകദേശം വഴന്ന് വരുന്ന ഒരു പരുവായിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. ഞാൻ 2-3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് അധികം വേണമെങ്കിൽ കുറച്ചിത്തിരി അധികം എടുക്കാം. ചിലപ്പോൾ വെളുത്തുള്ളി എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ നന്നായിട്ട് ആ ഒരു മണമൊക്കെ വരും. മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറിക്കഴിയുമ്പോഴേക്ക് ഇത്തിരി മസാല നമ്മൾ ആഡ് ചെയ്യാം. മസാല മെയിനായിട്ട് മഞ്ഞളാണ് ഇതിൽ വേണ്ടത്. വേണമെന്നുള്ളവർക്ക് ഇത്തിരി മുളക് പൊടി യൂസ് ചെയ്യാം, പക്ഷെ ഞാനധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് കുരുമുളകിനോടാണ് ഇഷ്ടം, അതുകൊണ്ട് കുരുമുളകാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യാറ്. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. ഏകദേശം നിറയെ വേണ്ട, ഇത്തിരി മഞ്ഞൾപ്പൊടി. തക്കാളി ഇടുന്നതിന് മുമ്പേ മഞ്ഞൾപ്പൊടി യൂസ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ അത്ര നന്നായിട്ട് വഴന്ന് വരാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി കറിവേപ്പില ആഡ് ചെയ്യാം. ഞാൻ കറിവേപ്പില പ്രിയമാണ്, അതുകൊണ്ട് കറിവേപ്പില ഇഷ്ടം പോലെ എൻ്റെ കുക്കിങ്ങിൽ ഉണ്ടാവാറുണ്ട്. നുള്ളു ഗരം മസാല ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. വേണമെന്നുള്ളവർക്ക് അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ എടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഇത്തിരി അധികം ഇടാം എരിവിന് വേണ്ടി. നമ്മൾ അത്രയും പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട്. ഇതിൽ തക്കാളി നന്നായി വഴറ്റി വന്ന് ഇങ്ങനെ മൊരിയട്ടെ. ഇത്തിരി സിമ്മിലാക്കി വെച്ചാൽ നല്ലത്. ഇപ്പോഴേ സിമ്മിലാക്കേണ്ട, നമുക്ക് സിമ്മിനെ കൊണ്ട് കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാനിതിലേക്ക് അരി ഇടുകയാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അളവിലാണ്, ഈ ഗ്ലാസ്സിലാണ്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ, അളവ് ഗ്ലാസ്സിൽ തന്നെ ഇതിൽ വെള്ളം ഒഴിക്കണം. അതുകൊണ്ട് ഏത് ഗ്ലാസ് ആണെന്നുള്ളത് സൂക്ഷിച്ച് വെക്കുക. നമ്മളിതിലേക്ക് അരി ഇടുകയാണ്. വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഇതിലെ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞ അരിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ചൂടാക്കുക. അരി ഒന്ന് മുരിഞ്ഞു വരുന്ന രീതിയിലേക്ക്, ഓവറായിട്ട് അങ്ങ് ഡീപ്പായിട്ട് മുരിയല്ല ഞാൻ പറഞ്ഞത്, വെച്ചാൽ ഒന്ന് ചൂടാക്കുക. വേണമെന്നുള്ളവർക്ക് ഇതിൽ മല്ലിയില ആഡ് ചെയ്യാം കേട്ടോ. മല്ലിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക് മല്ലിയോ പുതിനയോ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാൻ അധികം കറിവേപ്പിലയാണ്, കാരണം കുട്ടികൾക്കൊക്കെ നല്ലത് കറിവേപ്പിലയാണ്. നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. ഇത്തിരി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് അളവ് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം. 1 2 3 4. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ചേർക്കാണ്. നേരത്തെ നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉപ്പ് ചേർക്കാണ്.
ഇതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. വേറെ ഒന്നിനല്ല, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, നല്ല രസമുള്ളൊരു ചോറ് കിട്ടാൻ വേണ്ടി. നാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതങ്ങ് പിഴിഞ്ഞ് വെക്കുക. എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് കുക്കർ വെയിറ്റ് ഇടാതെ അതിൻ്റെ മൂടി അങ്ങ് ഇടുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിലൂടെ ഫസ്റ്റ് തിള വരുമ്പോൾ ഇതങ്ങ് വെയിറ്റ് ഇട്ടിട്ട് സിമ്മിലാക്കാണ് വേണ്ടത്. നമുക്ക് തിള വരുന്നുണ്ടോ എന്ന് നോക്കാം. തിള വന്നിട്ടുണ്ട്. വെയിറ്റ് ഇട്ടതിന് ശേഷം സിമ്മിലാക്കുക. ഇപ്പോൾ സിമ്മിലിട്ടിട്ടുണ്ട്. ഇനി കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ കുക്കർ അങ്ങ് ഓഫാക്കുക. അപ്പോഴത്തേക്ക് പുലാവ് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഒത്തിരി സമയം അതിനെ തണുക്കാനൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഗ്യാസ് പോകാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഇത് തുറക്കാൻ പോവാണ് പുലാവ്. നല്ല പാകത്തിന് വെന്ത് വന്നോ നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ഇളക്കുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഒരു ഭംഗിക്ക് ഇതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ പുലാവ് റെഡിയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇത്തിരി സമയം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ്. എന്താ പറയുക ഒരു നല്ലൊരു ഡിഷാണ്. ഇതിൽ സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ തൈര്, അച്ചാർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി അതൊന്ന് തോടൊക്കെ കളഞ്ഞ് അതൊന്ന് വരഞ്ഞിട്ട് ഇത്തിരി നാരങ്ങ നീരിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ മിക്സ് ചെയ്ത് തവയിൽ വെച്ചിട്ട് സിമ്മിൽ പൊരിച്ചെടുത്താൽ, ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇതിന് നല്ലൊരു സൈഡ് ഡിഷായി. നമ്മുടെ പുലാവ് എന്തായാലും റെഡിയാണ്. വളരെ പോഷക സമ്പുഷ്ടമാണ് ഈ പുലാവ്. നന്നായിട്ട് വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം, മല്ലിയില വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ മസാല ഇത്തിരി കൂട്ടണമെങ്കിൽ അളവ് നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ അളവ്, വെളുത്തുള്ളിയുടെയൊക്കെ അളവ് ഇത്തിരി കൂട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ പുലാവ്.